നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വെള്ളിയാഴ്ച ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കും. തിരുവോണത്തിന് സദ്യവട്ടങ്ങൾ ഒരുക്കാൻ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഉത്രാടപ്പാച്ചിലിലാണ് വ്യാഴാഴ്ച മലയാളികൾ. തിരുവോണ സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാനും ഓണക്കോടി എടുക്കാനും പൂക്കൾ വാങ്ങാനും ജനങ്ങൾ തിരക്കിലലിഞ്ഞു. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് പച്ചക്കറി കടകളിലും വസ്ത്രശാലകളിലുമാണ്. ഫുട്പാത്തുകളിലെ കച്ചവടത്തിനും മാർക്കറ്റ് ഏറെയാണ്. നാടൻ പച്ചക്കറികളുമായി നാട്ടുചന്തകളും കവലകൾ തോറും പച്ചക്കറി സ്റ്റാളും തുറന്നിട്ടുണ്ടായിരുന്നു. ഗൃഹോപകരണ ഇലക്ട്രോണിക്സ് വിപണി പതിവ് പോലെ വൈവിധ്യമാർന്ന ഓഫറുകളുമായി രംഗത്തുണ്ട്. ഓണത്തപ്പനും മറ്റും നേരത്തെ തന്നെ വിപണിയിലെത്തിയിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ പമ്പ് പരിസരത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 6:45 സംഭവം. സീറ്റ് ബെൽറ്റ് ധരിച്ചതിനാൽ ഡ്രൈവർക്ക് കാര്യമായ പരിക്കുകളില്ല. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും ഇരുമ്പ് വൈദ്യുതി പോസ്റ്റ് വളയുകയും ചെയ്തു. ചെറിയ മഴയും റോഡിൽ വെള്ളം കെട്ടിനിന്നതും കാരണമാണ് വാഹനം തെന്നിമാറിയതെന്നാണ് ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത്. ഈ റോഡിൽ അപകടങ്ങൾ പതിവാണെന്നും അതേ സ്ഥലത്തുള്ള മറ്റൊരു വൈദ്യുതി പോസ്റ്റിലും അടുത്തിടെ ഒരു വാഹനമിടിച്ച് കേടുപാട് വരുത്തിയിട്ടുണ്ടെന്നും ഡ്രൈവർ ചൂണ്ടിക്കാട്ടി. റോഡിലെ വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗൃഹനാഥനെ വീട്ടിൽ കയറി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. മേലൂർ കുന്നപ്പള്ളി സ്വദേശികളായ നന്ദിപുലത്ത് വീട്ടിൽ 40 വയസ്സുള്ള വിമൽ, കൈത്തടം വീട്ടിൽ 40 വയസ്സുള്ള പ്രവീൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 2 സംഭവം. മേലൂർ കുന്നപ്പള്ളി സ്വദേശി വട്ടശ്ശേരി വീട്ടിൽ സുദർശനനെ വീട്ടിൽ അതിക്രമിച്ചു കയറി 2 പ്രതികൾ ചേർന്ന് ആക്രമിച്ചുവെന്നാണ് കേസ്. പ്രതികൾ പരാതിക്കാരന്റെ അയൽവാസികളാണ്. 1 വർഷം മുൻപ് വിമൽ പട്ടിയുമായി പരാതിക്കാരന്റെ വീട്ടിൽ വന്നപ്പോൾ വിമലിനെ ഇറക്കിവിട്ടിരുന്നു. ആ സംഭവത്തിന്റെ വൈരാഗ്യത്താലാണ് വിമൽ പ്രവീണുമായി വന്ന് പരാതിക്കാരനെ ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO അമൃതരംഗൻ, SI GASI ഷീബ, അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഓണം അടുത്തതോടെ നേന്ത്രക്കായ വിപണിയും സജീവമായിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥ നൽകിയ തിരിച്ചടികളെ ഓണവിപണിയിലൂടെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കല്ലൂർ ആലേങ്ങാട് സ്വാശ്രയ കർഷക സമിതിയിലെ അംഗങ്ങൾ. ഓണവിപണി ലക്ഷ്യമാക്കി ഇറക്കിയ വാഴകൃഷിക്ക് പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയായിരുന്നു. അപ്രതീക്ഷിതമായ കനത്ത മഴ നേന്ത്രവാഴ കൃഷി വെള്ളത്തിലാക്കി. അവശേഷിച്ച കായകളിലാണ് കർഷകരുടെ പ്രതീക്ഷ. ഓണവിപണി തുടങ്ങിയതോടെ VFPCKയിൽ നിന്നും കർഷകർക്ക് 50 രൂപ മുതൽ 60 രൂപ വരെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ തുക കുറവാണെന്ന് കർഷകർ പറയുന്നു. ഈ വർഷം കൃഷിക്കാർക്ക് ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന വർഷമായിരുന്നു. പക്ഷേ ഈ കാലവർഷം ചതിച്ചതുകൊണ്ട് കൃഷിക്കാരാകെ വിഷമത്തിലാണ്. ഇക്കൊല്ലം ഉൽപ്പന്നം ഭയങ്കര കുറവായിരുന്നു. വില അതുപോലെ തന്നെ ഭയങ്കര കുറഞ്ഞു പോയി. അത് കാരണം അങ്ങനെയുള്ള കുറേ പ്രതിസന്ധികൾ കൃഷകർക്കുണ്ട്. അപ്പോൾ ഇക്കൊല്ലം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഉൽപ്പന്നം അധികം കുറവുണ്ട്. പിന്നെ വിലയുടെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 75 രൂപ നിന്നത് ഈ വർഷം 50 രൂപയിലേക്കാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ കൃഷിക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപ്പന്നത്തിന് ചിലവ് കുറവ്, പുറം മാർക്കറ്റിൽ നിന്ന് വരുന്ന മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്ന കായ കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഉൽപ്പന്നത്തിന് ഭയങ്കര വില കുറവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറികൾ മഴ ഈ വർഷം നേരത്തെ മഴ തുടങ്ങിയതുകൊണ്ട് കാത്തുകൊണ്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ താമസിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഉൽപ്പന്നം ഭയങ്കര കുറവാണ്. ഇനിയിപ്പോൾ അത് വരുന്ന മാസത്തിലേക്കൊക്കെയാണ് ഇത് ആയി വരുന്നത്. അപ്പോൾ കന്നിമാസം എന്ന് പറയുമ്പോൾ ആർക്കും ചിലവില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ഭയങ്കര നഷ്ടമായി തീരും പച്ചക്കറികളുടെ കാര്യത്തിൽ. പിന്നെ മൊത്തത്തിൽ എല്ലായിടത്തും കുറവ് തന്നെയാണ് പച്ചക്കറി. പയറെന്ന് പറയുന്ന സാധനമേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കണേ. മഴയുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല. ഓണക്കാലത്തെ കച്ചവടമാണ് കർഷകന്റെ ആശ്രയം. മുൻവർഷം 70 രൂപ വരെ കിട്ടിയിരുന്ന വിലയാണ് 50 രൂപയായി താഴ്ന്നത്. വാഴത്തൈ, കൂലിച്ചെലവ്, വളമിടൽ അടക്കമുള്ളവയ്ക്ക് മുമ്പത്തേക്കാൾ ചിലവ് കൂടിയതും
അതിനൊത്ത് വാഴക്കുലയ്ക്ക് വില ലഭിക്കാത്തതും കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ ഓണം അടുത്തുള്ള ദിവസങ്ങളിൽ വില കൂടുമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഓണവിപണിയിൽ അത്തം മുതൽ 10 ദിവസം 22 ലക്ഷം രൂപയുടെ കായയാണ് ഇവിടെ വിറ്റത്. ഇത്തവണ ഇത് 15 ലക്ഷമായി കുറയുമെന്ന് കർഷകർ പറയുന്നു. ഒരു സാമ്പത്തിക വർഷം ഏകദേശം 3 കോടി രൂപയുടെ വിറ്റുവരവാണ് ആലങ്ങാട് കർഷക സമിതിയിലുള്ളത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില നൽകിയാണ് സമിതി ആശ്വാസമാകുന്നത്. 300-ലേറെ കർഷകർ ഉൾപ്പെടുന്ന 15ഓളം കർഷക സമിതികളുടെ കൂട്ടായ്മയിലാണ് കല്ലൂർ ആലങ്ങാട് VFPCK കർഷക സമിതി പ്രവർത്തിക്കുന്നത്. കായവറവ്, ശർക്കര വരട്ടി, പഴം പുഴുങ്ങിയത് എന്നിവ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം എന്ന് പറയുന്നത് കായ വിപണിയിൽ വലിയ ഉണർവ് പ്രകടമാകുന്ന ഒരു കാലം കൂടിയാണ്. എന്നാൽ കർഷകർക്ക് അവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല എന്നാണ് 300-ലേറെ കർഷകരുടെ ആശ്രയമായ ആലങ്ങാട് സ്വാശ്രയ കർഷക സമിതിയിലെ കർഷകർ പറയുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗുണം കുറഞ്ഞ കായയുടെ വരവ് തന്നെയാണ് ഇതിന് കാരണമാകുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,795 രൂപയും പവന് 73,360 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.